നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റമേറെ. ഇവിടെയുള്ള 3 ഐറ്റങ്ങളെ പരിചയപ്പെടാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ജിനിച്ചേട്ടാ, അൻപിച്ചുകൊണ്ടിട്ടോ. നമസ്കാരം. നമുക്ക് കൊടുങ്ങല്ലൂരിന്ന് മതിലകത്തുനിന്ന് കുടുംബശ്രീ ചേച്ചിമാര് വന്നിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. അവരുടെ ചെറുതുകൾ കൊണ്ട് ആദ്യത്തെ സ്കിറ്റ് ഇറക്കട്ടെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം മേറയിൽ ഒരു പുതിയ കോമ്പിനേഷൻ ടീം ട്രിപ്ലസ് എന്ന് പറയുന്ന ഒരു ട്രിപ്പിൾ എം വരാൻ പോവാണ്. ഓക്കെ, മനോജ് ചേട്ടനുണ്ട്, മനോജ് വലഞ്ചുഴി ഉണ്ട്, മണിക്കുട്ടൻ ചേട്ടനുണ്ട്, മീനാക്ഷി ചേച്ചി ഉണ്ട്. നല്ല കൈ കൊടുത്ത അവർ 3 പേരും വരും. ലില്ലിക്കുട്ടി നഴ്സേ, എന്താ ഈ കരുണാകരക്കുറുപ്പിന്റെ മൂട്ടിൽ ഇഞ്ചക്ഷൻ ഇല്ലയോ? കരുണാകരക്കുറുപ്പിന് ഇഞ്ചക്ഷൻ ഇല്ല. ഞാൻ വന്നൊന്ന് നുള്ളിയാൻ വെച്ചെങ്കിലും പോ. അവളെ മര്യാദക്ക് കിടന്നില്ലെങ്കിൽ സെഡേഷൻ തന്ന് ഞാൻ ഉറക്കുവേ. അങ്ങനെങ്കിൽ എന്നെ ഒന്ന് ഉറക്ക്. എവിടെ പോണ്? എങ്ങും പോന്നു. കാരണവരെ ബില്ല് എത്രയായെന്നറിയാവോ? കാർണർ എന്നുള്ള വിളി കേൾക്കുമ്പോ എന്തോ ഒരു ഇതുപോലെ. കാർണരെന്ന് വിളിക്കണ്ട. അത് അമ്മാവന്ന് വിളിക്കാം. അയ്യോ, അത് വേണ്ട. അങ്കിളേന്ന് വിളിക്കാം. അയ്യോ വേണ്ട. പിന്നെ എന്തോ വിളിക്കണം? കുട്ടാന്ന് വിളി. അയ്യടാ, പൊട്ടാൻ പോകുന്ന സമയത്താ കുട്ടാന്ന് വിളിക്കുന്നത്. അതെ, കെട്ടിയതാണോ? കെട്ടിയതല്ല, ഫ്രഷ്. എന്താ പറഞ്ഞേ? ഫ്രഷ് ആയിട്ട് ഒരു ലൈം ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഓജസ്സും തേജസ്സും ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞതാ. അതെ, ഞാൻ വെറുതെ പറഞ്ഞ എന്റെ കല്യാണം കഴിഞ്ഞതാ. അതെ, എന്റെ ഇവിടെ ഇഞ്ചക്ഷൻ എടുത്തെടുത്ത് ഭയങ്കര നീരൊന്നിട്ട. അത് നല്ലപോലെ തടവാത്തോണ്ടാ. തടയിത്ത. അയ്യടാ, തന്നെ അങ്ങ് തടവിയച്ചാ മതി. ഞാനിവിടെ അഡ്മിഷൻ വന്നപ്പോ എന്തൊക്കെ ചക്രവർത്താനങ്ങളായിരുന്നു പറഞ്ഞത്. അന്നേരം ഇവിടെ കിടക്ക്, ഇഞ്ചക്ഷൻ തരുന്നു, തടവുന്ന്, എന്തെല്ലാം സ്നേഹമായിരുന്നു. ഊണ് കഴിച്ചോ, കഞ്ഞി കുടിച്ചോ, സുഖമാണോ, ഉറങ്ങിയോ, ഇപ്പൊ ഒന്നും കാണുന്നില്ല. അതെ, ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ ഏത് പാർട്ടിക്കാരാ പ്രചരണത്തിന് പോണേ? അതെ സിസ്റ്റർ, ഇവിടെ കടന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്റെ ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിലെ ലേഡി ഡോക്ടർമാർക്ക് പഠിക്കാൻ കൊടുക്കണം. എന്തിനാ ലേഡി ഡോക്ടർമാർക്ക് കൊടുക്കുന്നത്? മരിച്ചാലും എനിക്ക് സുഖിച്ച് ജീവിക്കണം. അതെ, ആ ഗുളിയും കഴിച്ച് ചവടങ്ങാനും കിടന്ന് ഉറങ്ങാൻ നിൽക്കും. എന്നെ എങ്ങനെങ്കിലും ഒന്ന് ഉറക്കു സിസ്റ്ററെ. ഉറക്കുന്നു. നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോ ഞാൻ എങ്ങനെ ഉറങ്ങാനാ? തലക്കടി ഉണ്ടാലും ഞാൻ ഉറങ്ങത്തില്ല. കരുണാകരക്കുറുപ്പേ, മാധവൻ തമ്പി, നിനക്ക് ചുമയാണോടാ? അല്ല, തമ്പിയുടെ ചിരി. കമ്പിയുടെ ചിരിയാ? നീ ആപ്പിൾ അങ്ങോട്ട് പിടിക്ക. ഓ, വേണ്ടായിരുന്നല്ലോടാവേ. ഞാൻ കൊണ്ടുപോയിക്കോളാം. വന്നല്ലേ, വന്ന സ്ഥിതിക്ക് ഇരിക്കട്ടെ. ആപ്പിളല്ലേ? ഇവിടെ 2 ആപ്പിൾ ഇരുന്നായിരുന്നല്ലോ. അതാ മുതുക്കെടുത്തോണ്ട് പോയെന്നാ തോന്നുന്നത്. ഞാൻ 2-3 മണിക്കൂറായി താഴെ ലിഫ്റ്റിനകത്ത് വന്ന് കേറി ഇരുന്നിട്ടേ ഞെക്കിട്ട് മേളിലോട്ട് പോകുന്നില്ല. ഞെക്കിട്ട് മേളിലോട്ട് വന്നില്ലേ? ഇല്ല. നീ ഏത് ലിഫ്റ്റിലാ കേറിയത്? എടാ, താഴെ വന്ന് വണ്ടി ഇറക്കി കഴിഞ്ഞിട്ട് ഇടത്തോട്ട് തിരുമ്പോ സ്റ്റീലിന്റെ ഡോറൊക്കെ ഉണ്ടല്ലോ. ആ ഇഞ്ചു അടിച്ചാണോ? ആ ഇഞ്ചു അടിച്ച് അതിനകത്ത് കയറി ഞെക്കിട്ട് മേളിലോട്ട് പോകുന്നില്ല. ബാത്റൂമിൽ കയറി ഞെക്കിയാ മേളിലോട്ട് പോകത്തില്ല, താഴോട്ടാ പോകുന്നത്. പിന്നെ അതൊക്കെ രവത്തെ പറ്റി. ഞാൻ പിന്നെ പടി കയറി അതിന്റെ തിരുസന്നിധിയിൽ എത്തിയത്. എടാ, ശരിക്കും എന്താ പറ്റിയത്? ചെവിക്കൊന്നും പറ്റിയില്ലല്ലോ. ചെവിക്കല്ല നിനക്ക് പറ്റിയത്. അതാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ശരിക്കും നിനക്ക് എന്തുവാ സംഭവിച്ചെന്ന് അപാകത? അതായത് ഞാൻ പെൻഷൻ പറ്റി കഴിഞ്ഞിട്ട് എന്തുവായെന്ന് നിനക്കറിയാവോ? വലിച്ചോണ്ടിരുന്നു കാണും വീട്ടിൽ. അല്ല, പിന്നെ പെൻഷൻ പറ്റി കഴിഞ്ഞിട്ട് സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങി. സാമൂഹ്യ പ്രവർത്തനം അത് വലിയ മികച്ച ഒരു സംഭവമാണ്. നദീതടങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നദിയുടെ ഓരങ്ങളിൽ കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനം. അങ്ങനെ കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിച്ചിട്ട് അതിനകത്തിരുന്ന് കണ്ടു എന്നും പറഞ്ഞു കുറെ കണ്ടവന്മാരെല്ലാം കൂടെ ചേർന്ന് എന്നെ പിടിച്ച് ദേഹം മൊത്തം അങ്ങ് ഒഴിഞ്ഞ് മൊത്തം നീരാളിയാ. നീരാളിയല്ല, മൊത്തം നീരാളിയാ. നീ സാമൂഹ്യ പ്രവർത്തനത്തിനൊന്നും പോകണ്ട, സമാധാനമായിട്ട് പെണ്ണുങ്ങളവിടെ നിന്ന് കുളിക്കട്ടെ. അതുകൊണ്ട് എടാ, നിന്റെ ഭാര്യയുടെ സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഓർമ്മിപ്പിക്കണ്ടാവേ. വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ലടാ അത്. അതുകൊണ്ടല്ല, പിന്നെ 2ാമത് കെട്ടാനുള്ള ഒരു മൂഡ് അങ്ങ് പോകും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞതേ. അപ്പൊ നീ 2ാമത് കല്യാണം കഴിക്കാനുള്ള പ്ലാനിങ്ങളൊക്കെ ആയോ? പിന്നെ പിള്ളേർക്ക് ഒരേ നിർബന്ധം. അങ്ങനെ എന്നാ പിന്നെ കെട്ടാമെന്ന് വിചാരിച്ച്. നീ ഈ പ്രായത്തിൽ സിനിമ കണ്ടിറങ്ങി ചീട്ടും മരിച്ചു കയറി കഴിഞ്ഞിട്ട് അന്നേരം വന്നടാ ചിന്തിക്കുന്ന ഇടവേളയ്ക്ക് പോപ്കോൺ തിന്നുന്ന കാര്യം. പിള്ളേരുടെ ഒരു നിർബന്ധമല്ലേ? അങ്ങനെ ആയിക്കോട്ടെ ഞാൻ കരുതി. പെണ്ണ് എങ്ങനെയുണ്ട്?
കുഴപ്പമില്ല. എന്നെക്കാൾ 2 വയസ്സിന് മൂത്തതാ. അതെന്താടാ? എന്നെക്കാൾ മുന്നേ ജനിച്ചോണ്ട്. അല്ല നിന്നെക്കാട്ടി 2 വയസ്സിന് മൂത്തായതുകൊണ്ട് എടുക്കാൻ പിടിക്കുകയൊക്കെ ചെയ്യുമോ? ആ ടൈലർ അല്ലേ? ഏത് സിനിമയുടെ? സിനിമയുടെ അല്ലടാ, ഈ തയ്യൽക്കാരിയല്ലേ എന്ന്. അപ്പൊ നിനക്ക് ഭയങ്കര ഗുണമാ. ഇത്ര നാള് പിള്ളേരെ നോക്കി വളർത്തി നിന്റെ കളസം കീറിയില്ലേ, അപ്പൊ അവള് തയ്ച്ച് തരുമല്ലോ നിനക്ക്. പിന്നെ ഞാനിപ്പോ 70-ലാ. എനിക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളോ കാര്യങ്ങളോ മറ്റോ ഒന്നുമില്ല. നിനക്ക് അസുഖങ്ങളൊന്നും ഇല്ല അന്നേരം? ഒരസുഖവും ഇല്ല. ഞാൻ ഈ ഹോമിയോപ്പതിയോ അലോപ്പതിയോ ഒന്നും ഉപയോഗിക്കത്തില്ല. പിന്നെ കഞ്ചാവ് പൊതിയാണോ ഉപയോഗിക്കുന്നത്? അതല്ലെന്ന്, എനിക്ക് ഇംഗ്ലീഷ് മരുന്നൊന്നും പിടിക്കത്തില്ല. പിന്നെ നീ ഏത് പിടിക്കുന്നതാണ് ചെയ്യുന്നത്? ഞാൻ യുനാനിയാ ചികിത്സിക്കുന്നത്. അതിനെയൊക്കെ എങ്ങനെയാടാ ചികിത്സിക്കുന്നത്? യുനാനി ചികിത്സാ സമ്പ്രദായം പറഞ്ഞാൽ അറിയാമോ? അതെന്നാടാ അത്? കുളയട്ടെ വെച്ച് നമ്മുടെ ശരീരത്തിൽ കടുപ്പിച്ച് അത് നമ്മുടെ രക്തം കുടിച്ചിട്ടാണ് നമ്മളെ ചികിത്സിക്കുന്നത്. നിനക്കത് പറ്റിയതാ? ഞാൻ കഴിഞ്ഞിടയ്ക്ക് അവിടെ ചെന്ന് ചികിത്സയ്ക്ക് 150 കുളയട്ടെ വെച്ച് എന്നെ കടിച്ച് ചോര മൊത്തം കുളയട്ടെ അങ്ങ് കുടിച്ചു. എന്നിട്ട് ഞാൻ തളർന്നു വീണു. എന്നെ കുളയട്ടോട് കാല് പിടിച്ചിട്ട് ഒരു തുള്ളി ഞാൻ തിരിച്ചു മാറ്റി 3 കുളയട്ടെ കടിച്ചു. ഇതിന് വരച്ചു കുടിച്ചിട്ട് ഞാൻ രക്ഷപ്പെട്ടത്. ഭാഗ്യം. എന്നാ പിന്നെ വന്ന സ്ഥിതിക്ക് നീ ഇപ്പൊ പോകുന്നില്ലല്ലോ. എടാ നമ്മുടെ പഴയ കാലമൊക്കെ ഓർക്കുന്നുണ്ടോ നീ? പഴയ കാലം വളർന്ന് വലുതായില്ല, ഇനി അത് ഓർക്കാൻ കാര്യം എന്തുവാ? പഴയ കാലം എന്നല്ല പറഞ്ഞേ, പഴയ കാലമൊക്കെ നീ അങ്ങ് മറന്നോന്ന്. അന്ന് ഞാനൊരു പെൻസിൽ വാങ്ങിച്ചാൽ അതിന്റെ പകുതി ഓടിച്ച് നിനക്ക് തരുമായിരുന്നു. ഒരു സ്ലേറ്റ് വാങ്ങിച്ചാൽ പകുതി ഓടിച്ച് നിനക്ക് തരുമായിരുന്നു. ഞാനൊരു ബുക്ക് വാങ്ങിച്ചാൽ അത് കീറി പകുതി നിനക്ക് തരുമായിരുന്നു. നിനക്കിതൊക്കെ അറിയാമോ? എനിക്കറിയാം. നീ ഇതൊന്നും മറക്കത്തില്ല. എനിക്കറിയാം നിനക്കറിയാമെന്ന്. അല്ല, നിനക്കിത് വേണോന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാനിത് നിനക്ക് തരാത്തത്. നീ ഇതിനകത്ത് കടിക്കാൻ പറ്റത്തില്ല മോനെ. നീ കടിച്ചാൽ നിന്റെ വെപ്പ് പോലെ ഇതിനകത്തിരിക്കും. പിന്നെ ലോകം കാണുന്നത് ആദ്യമായിട്ട് വെപ്പ് പോലെ ആപ്പിളിൽ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇത് കടിക്കാൻ തരത്തില്ല. എനിക്ക് ചില താടാ തരത്തില്ല. ആപ്പിള് തരികയില്ല. നിനക്ക് അങ്ങനെ വേണമെന്നുണ്ട് എന്തെങ്കിലും കുരു പിടിച്ചുവിടോന്ന് കിടക്കടാ. നിന്നെ ചികിത്സിക്കുമ്പം നിന്നെ കാണാൻ ആരെങ്കിലും വരുമ്പോ നിനക്ക് ആപ്പിള് തരും. അത് മേടിച്ച് ഞാൻ ഞണ്ണ. അപ്പൊ എനിക്ക് കുരു പിടിച്ചിട്ട് ആപ്പിള് തരണമെന്നാണ് എന്റെ ആഗ്രഹം. എടാ നീ ഒരു കൂട്ടുകാരനാടാ. എനിക്ക് നിന്റെ ആപ്പിളും വേണ്ട കൂപ്പിളും വേണ്ട. ഞാൻ പോവാ. നീ പോവാ? ഞാൻ പോവാ. ഞാൻ വെളിയിലിറങ്ങി കടലാണെങ്കിലും 3 കിലോ ആപ്പിൾ വാങ്ങിച്ച് ഞാൻ അവിടെ നിന്ന് തിന്നു. ഞാൻ വയറിളകി ചാവും. കാരണം അത് മൊത്തം വിഷവാ. നിന്റെ ഉള്ളിൽ അത്രയും വിഷമൊന്നും ഈ ആപ്പിളിനകത്തൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ പോവാ. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല നിന്റെ പേര്. നിക്കടാ പോടാ. നിക്കടാ പോടാ. നിക്കടാ പോടാ. നിക്കടാ പോടാ. അതെ ഈ ഗുളിക കഴിച്ചേ. ഓടാ. ഇല്ലടാ. ഓടാ. ഇല്ലടാ. ഇല്ലടാ. ഓടാ. നേഴ്സാന്നോ? അല്ല, കണ്ടക്ടറാ. എത്ര നാളായി സർവീസില്? KSRTCയിലോ? അതല്ല, നേഴ്സായിട്ട്. ബൈ സ്റ്റാൻഡറാണോ? ഏതോ ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് ഇവിടെ വന്ന് ബൈ കാണിച്ച് കയറി സ്റ്റാൻഡ്. അല്ല എന്താ ചോദിച്ചേ? കൂട്ടിരിക്കാൻ വന്നാണോന്ന്. കൂട്ടിരിക്കാൻ വരാൻ ഞാൻ ഇണക്കിളിയൊന്നും അല്ലല്ലോ. ഇവിടെ നമുക്ക് ഒറ്റക്കമ്പേലിരിക്കാം. ഒറ്റക്കമ്പി ഞാൻ ചവിട്ടി ഓടിക്കും. കാണിച്ച കൈ ഇതൂടെ നോക്കാവോ? അതെന്തിനാ നോക്കുന്നേ? ചത്തതാ. അതല്ലത് എന്റെ കയ്യിൽ പിടിച്ച് നോക്കാവോ? നോക്കാൻ അതെന്തിനാ നിങ്ങളുടെ കൈ ഞാൻ പിടിച്ചു നോക്കുന്നത്? എന്റെ കയ്യെ പിടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവിനോട് ഞാൻ പറയും ഇവന്റെ കയ്യെ കയറി പിടിച്ചെന്ന് ഇവിടെ. ഇതൊക്കെ ഡ്യൂട്ടിയാ. ലില്ലിക്കുട്ടിയാ എന്ന് പറഞ്ഞാല് ഞങ്ങള് തമ്മിൽ ചെറിയ. അതെ, ആ ബില്ല് അടച്ചേച്ച് അങ്ങോട്ട് വന്നേ. പൊയ്ക്കോ. അല്ലെങ്കിലേ ഇവിടെ നിന്നാ ഞങ്ങളുടെ സ്നേഹത്തിന് ഭംഗം വരും. ഭംഗം വരും. ഡിസ്ചാർജ് ആവാൻ പോവാന്നോ? ഡിസ്ചാർജ് ആവാൻ പോവാണ്. എന്നാ പറക്കി കേട്ട് നമുക്ക് ഒന്നിച്ചങ്ങ് പോവാ. ഇല്ല, ഞാൻ ഒറ്റയ്ക്കേ വരുന്നുള്ളൂ. നീ പൊക്കോ. ഞാൻ വീട്ടിൽ കൊണ്ടാക്കാടാ. നീ കൊണ്ടാക്കണ്ട, ഞാൻ ഒറ്റയ്ക്ക് വരുന്നുള്ളൂ. അതെന്താ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ ഇരിക്കേ. ഞാൻ പോയി ലില്ലിക്കുട്ടി എടുക്കേ നന്ദി പറഞ്ഞിട്ട് വരാം. നന്ദി പറയാൻ കൊള്ളാം. നീ ഇവിടെ വന്ന കമ്പനി ആയി പുള്ളിക്കാരിയായിട്ടില്ലേ? നീ ഇപ്പൊ ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞാലേ ഇവളെ പിന്നെ നീ എങ്ങനെ കാണും? അത് നിസ്സാരമല്ലേടാ. എന്താ? ഞാൻ പോയി മഴ നനയും, എന്നിട്ട് പനിയും പിടിപ്പിച്ചിട്ട് ഇവിടെ വന്ന് കിടക്കും. നിനക്ക് ആ പാരസെറ്റമോൾ ഗുളിക തരും. നീയോ? അതിന്റെ കൊരവള്ളി പൊട്ടിക്കാൻ നിന്നെ കൊല്ലും. എന്നാ പോയി നന്ദി പറഞ്ഞിട്ട് വാ. നീ മിടുക്കണ കേട്ടോ. ഒരാളൊരു ഉപകാരം ചെയ്യുമ്പോൾ നന്ദി പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരുടെ പ്രത്യേകമാണ്. താങ്ക്സ് നമ്മൾ എവിടെ വേണേലും പറയണം. ദേവാ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് അവനെ പ്രാർത്ഥിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പോകാനുള്ള വഴികളെല്ലാം ദൈവം ഒരുക്കി തരണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അത്ര വീണ്ടും വന്ന് കിടന്നത് അവൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. അവൾ എന്നെ വിടത്തില്ല. അവൾക്ക് ഞാൻ ഇവിടുന്ന് പോകുന്ന ഇഷ്ടമല്ല. ഒരാഴ്ച കൂടെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതെന്തിനാ? അടപുടലം കെട്ടിപ്പിടിച്ച് നന്ദി പറയുന്ന ഒരു തെറ്റാണോ? ഒരു തെറ്റുമല്ല, നല്ല കാര്യം. അത് നേരത്തെ എന്നെ കീ ഹോൾ ഓപ്പറേഷൻ ചെയ്തിട്ടില്ലായിരുന്നോ? അവിടെ വിരൽ കയറ്റി ഒരു സിന്ദൂർ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് 2 ആഴ്ചയെങ്കിലും ഇവിടെ കിടക്കേണ്ടി വരും. എടാ, നിന്റെ അസുഖം പോണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. എന്താ? നീ മൂടോടങ്ങ് പോണം.
എടാ തമ്പി, ഇവിടെ ഒരു കമ്പിയുണ്ട്. ഇത് പെർമനന്റ് ആണോടാ? ടെമ്പററി ആടാ, വിറ. നല്ലൊരു കൈയടി. നസീർക്ക, വാർദ്ധക്യപുരാണം എന്ന സിനിമ കണ്ട ഒരു ഫീലിംഗ് ഉണ്ട് ഇത് കണ്ടപ്പോൾ. നല്ല രസമുണ്ടായിരുന്നു. മനോജ് എന്നൊക്കെ ഏത് വണ്ടിക്കും സൂട്ടബിൾ ആണല്ലേ? നല്ല രസമായിരുന്നു. നല്ലൊരു സബ്ജക്റ്റാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. പിന്നെ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ കുറച്ചുകൂടിയൊക്കെ കോമഡി നമ്മൾ പ്രതീക്ഷിച്ചു. പിന്നെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞു വിട്ടത്. പിന്നെ നിങ്ങളുടെ ആ വാർദ്ധക്യത്തിൻ്റെ കളി ഒരു പ്രത്യേക രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. അത്യാവശ്യം കൗണ്ടറുകളൊക്കെ ഉണ്ടായിരുന്നു. നഴ്സ് കൊള്ളാമായിരുന്നു. ഒരുപാട് നഴ്സിനൊന്നും വെച്ച് അലക്കാനില്ലെങ്കിൽ പോലും ഉള്ള പോർഷൻസൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തു. മണിക്കൂട്ടന് നല്ലായിരുന്നു, മനോജ് നല്ലായിരുന്നു. ആപ്പിൾ അവിടെ നിന്ന് എടുത്ത് അവിടെ തന്നെ കൊടുത്തത് നല്ല സാധനം. അതായിരുന്നു എൻട്രി പഞ്ച്. അത് നല്ല രസമായിരുന്നു. മൊത്തത്തിൽ കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു. തിരിച്ചേട്ടാ, മണിക്കുട്ടന്റെ സ്വഭാവം മനസ്സിലാവണത് ഈ കോസ്റ്റ്യൂമിലാണ്. കാരണം ഹോസ്പിറ്റലിൽ ഒരിക്കലും ഈ സിൽക്ക് ജുബ് അസുഖത്ത് കിടക്കില്ല. അപ്പൊ തന്നെ വളയ്ക്കാൻ വേണ്ടി കിടക്കുന്ന ഉറപ്പാ. ഈ പ്രായത്തിലുള്ളൊരു ഇങ്ങനെ ഉണ്ടാവും. ഇത്ര ഞരമ്പ് പ്രശ്നം ഉണ്ടാവും. ഇങ്ങോട്ട് വേറെ കണ്ടന്റ് എടുക്കാന്ന് പുള്ളിയാ പറഞ്ഞു ഇത് തന്നെ ഇതാകുമ്പോ എളുപ്പമാണല്ലോ, അഭിനയിക്കണ്ട. ഞാൻ എന്നെ ഇതിൽ കാണുന്നു. അല്ല, ആ ഒരു വികാരവും ഇതൊക്കെ നമുക്ക് കറക്റ്റ് കൺവേ ചെയ്തെന്നുള്ളതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചേട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാ. നല്ല ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. താങ്ക് യു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾ തമ്മിലുള്ള കോംബോ ആണ്, മനോജും മണിക്കുട്ടനും തമ്മിലുള്ള. അത് ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ പലതും കണ്ടിട്ടുണ്ട്. ഒരുപാട് സ്കിറ്റിലും ഞങ്ങളൊക്കെ ഒരുപാട് സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ഫ്ലോറിലും ഉണ്ട്. പക്ഷെ അതിലൊക്കെ വ്യത്യസ്തമായി നിൽക്കുന്ന ഈ രണ്ട് ചെറുപ്പക്കാരല്ലാത്ത രണ്ട് ടീമുകൾ, 70 വയസ്സായ ആളുകൾ വന്നിരുന്നിട്ടുള്ള അവരുടെ മാനരസങ്ങളും അതുപോലെ തന്നെ അവരുടെ ടോക്കും കാര്യങ്ങളൊക്കെയാണ്. അത് ഭയങ്കര രസമായിരുന്നു. അത് മീനാക്ഷി ഈ പറഞ്ഞ പോലെ നമുക്ക് തന്നാക്കുന്ന ആ ഒരു ക്യാരക്ടർ അതിനകത്ത് വേറെ എക്സ്ട്രാ ഒന്നും കയറ്റാതെ അതിമനോഹരമായിട്ട് ഒരക്ഷരം പോലും കൂട്ടിച്ചേർക്കാതെ, സാധാരണ മിമിക്രിയിലേക്ക് കയറുമ്പോൾ നമ്മൾ കുറച്ചുള്ളെങ്കിൽ ഒന്നും കൂടി ഒന്ന് എക്സാഗ്രേറ്റ് ചെയ്ത് കളിക്കും. അതൊന്നും ഇല്ലാതെ അത് ആ നാടകത്തിന്റെ മികവാണത്. കാരണം 3 സംസ്ഥാന അവാർഡ് വാങ്ങിച്ചാണ്. അപ്പൊ അതിനപ്പുറത്തേക്കൊന്നും ചെയ്യൂല നമുക്കറിയാം. എങ്കിലും പറയേണ്ട കാര്യങ്ങളൊന്നും പറയണമല്ല. അത് ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കോമഡികളായിട്ട് കൊണ്ടുവരിക. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ കൊണ്ടുവരും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇപ്പം 2 അപ്പച്ചമാർക്കും നേഴ്സിനുള്ള മാർക്ക് ഞാനൊരു 14,000 രൂപ. 14,000 രൂപ. വിജയ് ചേട്ടാ, ഞാൻ ഒരു 15 രൂപ കൊടുക്കാം. അപ്പൊ 29 ആയിട്ടുണ്ട്. ചേട്ടാ, ടോട്ടൽ 50,000 രൂപ. അപ്പം അടുത്ത പ്രാവശ്യം കാണാം. അപ്പച്ചോ ശരി ശരി കേട്ടോ. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24, വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ. 9001 800 800 ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ അടുത്ത സ്കിറ്റ് അല്ല. നമ്മളൊരു മോളെ പരിചയപ്പെടാൻ പോവാണ്. ഒരു വൈറൽ ആളാണ്. പിന്നെ ഈ കുട്ടി വൃന്ദ എന്നാണ് പേര്, കാസർഗോഡ് നിന്നാണ്. അപ്പൊ വൃന്ദ മോളെ പരിചയപ്പെടുന്നതിന് മുമ്പ്, കാണുന്നതിന് മുമ്പ് നമുക്കൊരു വീഡിയോ കാണാം. ഓക്കെ ഓക്കെ. മൗനസരോവരമാകിയുണർന്നു സ്നേഹമനോരഥവേഗമുയർന്നു കനകാങ്കുലിയാം തമ്പുരുമീട്ടും സുരസുന്ദരിയാം യാമിനി പോലും പാടുകയാൽ മധുഗാനം മായാ മൗനസരോവരമാകിയുണർന്നു സ്നേഹമനോരഥവേഗമുയർന്നു. ഒരുപാട് പേര് കണ്ട, ഇൻസ്റ്റാഗ്രാമിലൂടെ ഫേസ്ബുക്കിലൂടെ ഒരുപാട് പേര് കണ്ട വീഡിയോ ആണിത്. അപ്പം നമ്മുടെ കുടുംബത്തിലേക്ക് വൃന്ദമോള് വന്നിരിക്കുകയാണ്. നിങ്ങൾ വീഡിയോ കണ്ട പോലെ സ്പെഷ്യലി ഏബിൾഡ് ആണ് വൃന്ദമോള്. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. നമ്മുടെ കുടുംബത്തിലേക്ക് ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറയിലേക്ക് ഞാൻ വൃന്ദയെ വിളിക്കാം. ഒരുപാട് സ്നേഹത്തോടെ ലെറ്റ്സ് വെൽക്കം വൃന്ദ ഫ്രം കാസർഗോഡ്.
ഇതാണ് നമ്മുടെ വൃന്ദമോള്. വൃന്ദമോളെ ഇവിടെ നസീർക്കുണ്ട്, ടിനിച്ചേട്ടനുണ്ട്, ബിജുക്കുട്ടൻ ചേട്ടനുണ്ട്, പിന്നെ ഒരുപാട് ചേച്ചിമാരും അമ്മമാരൊക്കെ ഇരിപ്പുണ്ട്. വൃന്ദ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട്, 1ാം ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട്. അടിപൊളി. ആ വീഡിയോയില് മായ എന്നുള്ളത് 3 സ്വരങ്ങളായിട്ട് പാടിയിരിക്കുന്നു. അതില് തന്നെ അറിയാം പാട്ട് പഠിച്ചിട്ടുണ്ടെന്നുള്ളത്. നമ്മളെ ഹലോ, കാസർഗോഡ് എവിടെയാണ്? കാസർഗോഡ് പ്രോപ്പർ കാസർഗോഡ് തന്നെയാ? കാസർഗോഡ് പ്രോപ്പർ കാസർഗോഡ് അല്ല, നീലേശ്വരം എന്ന് പറയും. നീലേശ്വരം. പഠിക്കുകയാണോ അതോ? ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞു, ഇനി BEd ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പൊ ഇന്നിപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പാട്ട് പാടാൻ പോകണം വൃന്ദമോൾ അല്ലേ? അതെ. അപ്പൊ പാട്ട് പാടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാട്ടെടുത്ത നേരത്തെ വൈറലായ പാട്ടില്ലേ അതിന്റെയൊക്കെ വിശേഷങ്ങൾ ചോദിക്കാം. അപ്പൊ തൽക്കാലം ഇവര് നമ്മൾക്കൊരു പാട്ട് അങ്ങോട്ട് കേൾപ്പിച്ച് ഞെട്ടിക്കാം നമുക്ക്. ഓക്കെ? റെഡി? റെഡി. നിങ്ങൾ റെഡി അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം ഏത് പാട്ടാ പാടാൻ പോകുന്നത് വൃന്ദമോളെ? ആദ്യം ചിത്രാമ്മ പാടിയ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന സിനിമയിലെ നാദങ്ങളായി നീ വരൂ പാടാം. പാടാം. രാഗങ്ങളായി തേൻ തരൂ പ്രിയതരമൊരു നവഗീതം വിരിയണമതിലയ ഭാവം പ്രിയതരമൊരു നവഗീതം വിരിയണമതിലയ ഭാവം നാദങ്ങളായി നീ വരൂ രാഗങ്ങളായി തേൻ തരൂ മധുരസ്വര നിരകൾ നിറയുമക തളിരിൽ വിളയുമൊരു താളം ലളിത സരള പദമൊഴുകി വഴിയും ഒരു പുതിയ കവിതയുടെ ഈണം ഗരി ഗരി സരി രി സരി പനി പനി സനി സരി സരി ഗരി ഗ പനി സ രി സനി രി സനി പഗ പനി സനി പനി പഗ പഗരി ഗരി സനി സ മധുര സ്വര നിരകൾ നിറയുമക തളിരിൽ വിളയുമൊരു താളം ലളിത സരള പദമൊഴുകി വഴിയും ഒരു പുതിയ കവിതയുടെ ഈണം മോഹം പുളകതര മോദം മോഹം പുളകതര മോദം നാദങ്ങളായി നീ വരൂ രാഗങ്ങളായി തേൻ തരൂ సరి సరి గప 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 ని సని స గరి గరి సని గరి సని ప గరి సని సరి సరి గరి గప గప ని పని స മലരി കരളിൽ ഹിമകണിക ചൊരിയുമൊരു മാസം ഇളമ പുണരുമിരു ചിറകുകളിൽ അമൃത പകരുമൊരു നേരം
വിടരും ഉഷമലരി കരളിൽ ഹിമകണിക ചൊരിയും ഒരു മാസം ഇളമ പുണരുമിരു ചിറകുകളിൽ അമൃത പകരും ഒരു നേരം കാണും മനസ്സിലൊരു ധ്യാനം കാണും മനസ്സിലൊരു ധ്യാനം നാദങ്ങളായി നീ വരൂ രാഗങ്ങളായി തേൻ തരൂ പ്രിയതരമൊരു നവഗീതം വിരിയണമതിലയ ഭാവം പ്രിയതരമൊരു നവഗീതം വിരിയണമതിലയ ഭാവം നാദങ്ങളായി നീ വരൂ രാഗങ്ങളായി തേൻ തരൂ ലക്കി. താങ്ക് യു ഏട്ടാ. ഇതൊക്കെ ആരാ സെലക്ട് ചെയ്തിരുന്നു ഈ പാട്ടുകളൊക്കെ? എൻ്റെ പാട്ട് സെലക്ട് ചെയ്താണെങ്കിലും ഡ്രസ്സ് സെലക്ട് ചെയ്താണെങ്കിലും ഒക്കെ ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കാൻ തന്നെ ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചത് കാസർഗോഡ് ബ്ലൈൻഡ് സ്കൂളിലാണ്. അപ്പോൾ അവിടെ എനിക്ക് കുറച്ച് ഏട്ടന്മാരും ഏച്ചിമാരും ഉണ്ട്. അത് വെച്ചാൽ നമ്മൾ സ്വന്തം ഏട്ടനെ അനിയത്തി അങ്ങനെ പോലെയാണ്. അപ്പോൾ അതിലൊരു ഏട്ടനാണ് എനിക്ക് പാട്ടെല്ലാം സെലക്ട് ചെയ്ത് തന്നത്. ഡ്രസ്സ് സ്പോൺസർ ചെയ്ത് തന്നതും അതിൽ വേറൊരു ഏട്ടനാണ്. പിന്നെ ഞാൻ സ്റ്റേജിൽ നിൽക്കാൻ തന്നെ കാരണം ആ ഏട്ടൻ്റെ പേര് ജീവൻ രാജ് എന്നാണ്. അപ്പോൾ ഞാനിങ്ങനെ പൊന്മാൻ സിനിമയിലെ ആ പാട്ട് പാടാൻ വേണ്ടി എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു ഒരു 2 ആഴ്ച മുമ്പ്. അപ്പം ഞാനത് പാടാന്ന് പറഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ കേട്ടു, അങ്ങനെ വിട്ടു, പാടിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പം എന്നോട് പറഞ്ഞു, നിന്നോട് എത്രയാണ് ഞാൻ പറയുന്നത്, നീ ഒന്ന് പാട്, നിന്റെ വോയിസിന് നല്ല ചേരും ആ പാട്ട്. ആ ഏട്ടൻ ജീവൻ രാജ് എന്നാണ് പേര്. അങ്ങനെ അത് പാടി 2-3 ദിവസത്തിനുള്ളിൽ അത് 1 മില്യൺ ആയി. ആ ചേട്ടൻ പറഞ്ഞിട്ട് കുറെ നാളായിട്ട് ആ ചേട്ടൻ പറഞ്ഞു പാടിയ പാട്ട് ട്രാക്ക് ഒന്നുമില്ല, അത് ചുമ്മാ ഒരു 4 വരി കൂടി തരാം ഞങ്ങൾക്ക്. ആ പാടിത്തരാം. നെഞ്ചിൽ പണ്ടേ നോവായി വിന്തത് തുന്നിക്കൊണ്ടേ, ഈ കണ്ണിൽ മുത്തി നീര് പതുക്കനെ ഒപ്പിക്കൊണ്ടേ, ആരോ പഞ്ഞിക്കാലടിയാലെ പമ്മിയകത്തണയേ, കാലം കാത്തുവച്ച പണയങ്ങൾ നീയുമെടുത്തണിയേ, ഉള്ളിൽ കുഞ്ഞു കരിക്കാടി തുള്ളണില്ലേ. വൃന്ദയുടെ ഇഷ്ടം ചിത്രാമ്മയാണോ? അതെ. കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരു കുഞ്ഞുനാൾ മുതൽ എൻ്റെ വലിയ ആഗ്രഹമാണ് ചിത്രാമ്മനെ ഒന്ന് കാണണം, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും, മെയിൽ അയക്കും, പക്ഷെ കാണുമൊന്നുമില്ല ചിത്രാമ്മ. കാണാൻ പറ്റും. അപ്പോൾ ഇത് കഴിയുമ്പോൾ എന്തായാലും ഉറപ്പാണ് ഒരു വിളി വന്നിരിക്കും. ഒരു ദിവസം നമ്മളെ നാട്ടിലെ ബേക്കൽ ഫോർട്ടിലൊരു ബീച്ച് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് എനിക്ക് അമ്മേനെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. സംസാരിക്കാൻ പറ്റില്ല അല്ലേ? സംസാരിക്കാൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് എനിക്ക് കരച്ചിൽ വന്നിട്ടൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. ശരി. വൃന്ദയുടെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ പാട്ട് പാടോ? അനിയൻ പാടോ? അച്ഛനും അനിയനും ചിത്രം വരക്കും. പാട്ട് അങ്ങനെ പാടൂല. എനിക്കെല്ലാം പാടിത്തരലുണ്ട് ചെറുതില്, പക്ഷെ അങ്ങനെ പാടൂല. അച്ഛനമ്മനെ നമുക്ക് കാണണ്ടേ? വിളിക്കട്ടെ. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ വൃന്ദമോളുടെ അച്ഛനെയും അമ്മയും അനിയനെയും അവര് 3 പേര് നമ്മുടെ കുടുംബത്തിലേക്ക് ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്ന ഒരു നല്ല കൈഡി. വൃന്ദയുടെ അച്ഛന്റെ പേരെന്താണ്? രാജൻ. രാജൻ. വൃന്ദയുടെ അമ്മയുടെ പേര്? ബിന്ദു. ബിന്ദു. അനിയൻ? വിനയരാജ്. 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 വിനയരാജ് എത്രല്ല പഠിക്കുന്നേ? 7. മേക്കാട്ട്. ഓ, മേക്കാട്ട് സ്കൂളിന്റെ പേര്? കാസർഗോഡ് ജില്ലയിലെ സ്കൂളാണ്. അച്ഛനും അനിയനാണോ മറ്റേ ഡ്രോയിങ്? അതെ. അച്ഛനാ. അമ്മ എന്താ ചെയ്യണം? അമ്മ പാട്ട് പാടുകയാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. അമ്മയാണ് 3 പേരെ ലീഡ് ചെയ്യണല്ലേ? മേക്കാട്ട് രണ്ടുപേരും പാടാമോ? എമ്പുരാനൊക്കെ പാടുവോ? മേക്കാട്ട് ബോയ് 2 വരി ചുമ്മാ വെറുതെ. താരെ തീനെഞ്ചിൽ കത്തും കാവൽ നാളമേ, ഇയാളും കാറ്റിൻ കണ്ണിൽ വാഴും മായാമന്ത്രമേ, മാറിപ്പേയെ കാണാക്കരെ ആളിത്തിരനീയേ, ഇരുളിൻ വാനിൽ നീറും നീറാ സൂര്യനെ, എതിരെ 1000 എരിയും മാനിടം, അതിരിടങ്ങളോ അടർക്കളം, തേടുന്നു നോറ്റുന്നു കാക്കുന്നു വാഴ്ത്തുന്നു താരാധിപന്മാർ നിന്നെ.
കോളാമ്പയുണ്ട് കോളാമ്പി. എടുത്തപ്പൊക്കത്തൊരു പാട്ടാണ് നമുക്ക് വേണ്ടി കീച്ചിരിക്കുന്നത്. നല്ലൊരു കൈഡി ബോയ്, അടിപൊളി. അച്ഛൻ വരെയല്ലാതെ വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ? എന്താ ചെയ്യുന്നത്? സാധാരണ പെയിന്റിങ് പെയിന്റിംഗ്. ഓയിൽ പെയിന്റിങ്, പോർട്രേറ്റ് അങ്ങനത്തെ ഓയിൽ പെയിന്റിങ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, മോൾക്ക് എങ്ങനെ ജന്മന തന്നെ അങ്ങനെ ഇതായതാണോ? ജന്മന ഉള്ളതാ? അത് ട്രീറ്റ് ചെയ്താൽ മാറുന്നു വല്ല? ട്രീറ്റ് കുറെ ചെയ്താ, അപ്പോൾ അത് പിന്നെ ശരിയാവൂല എന്നുള്ള ഒരു പറഞ്ഞു ഡോക്ടർമാർ. ആണോ? അത് ഈ ഞരമ്പിന്റെ ഓ കംപ്ലൈന്റ് ഉള്ളതുകൊണ്ട് സർജറി നടക്കൂല അല്ലേ? ചെന്നൈയിലെല്ലാം പോയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി ദൈവം നല്ല ശബ്ദം കൊടുത്തിരിക്കുകയാണ്. നല്ല ശബ്ദം. ശരിക്കും ചിത്ര ചേച്ചി പാടുന്ന റെക്കോർഡ് കേൾക്കുന്ന പോലെ അല്ലേ? ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇതാരാണ് ആദ്യം വീഡിയോയിൽ എടുത്ത് ഇട്ടത്? പൊന്മാനിലെ പാട്ട്. അത് അമ്മയാണ് വീഡിയോ എടുത്തത്. ഏട്ടൻ ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ടാകുമ്പോ എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു ഒരു ദിവസം നമുക്ക് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും വൈകുന്നേരം ആ വീഡിയോ എടുക്കില്ല. അങ്ങനെ വൈകുന്നേരം എടുത്ത് പോസ്റ്റ് ചെയ്ത് കുറെ വൈറലായി. അങ്ങനെ ജസ്റ്റിൻ വർഗീസ് സാർ കമന്റ് ചെയ്തു അതിന്റെ. അപ്പൊ സാർ എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു, ഒറിജിനൽ അയച്ചെന്ന് ആരോ പറ്റിക്കാണെന്ന് വിചാരിച്ചു. അപ്പൊ ചിത്രാമ്മയുടെ വോയിസ് പോലെ തോന്നി എന്ന് പറഞ്ഞു എന്നോട് സാർ. അങ്ങനെ ഇന്നലെ സാറിനെ കാണാനും പറ്റി എനിക്ക് ഇവിടെ വന്നപ്പോ. അല്ല, കറക്റ്റാണ് പുള്ളി പറഞ്ഞത് കേട്ടാ. ഇനി ഒരു ആഗ്രഹം, ചിത്രാമ്മയുടെ മുമ്പിൽ 2 വരി പാട്ട് പാടണം അല്ലേ? അതെ അതെന്തായാലും നടക്കും അല്ലേ? എല്ലാം നടക്കും. എനിക്ക് തോന്നുന്നു ഇപ്പം ഇവിടെ വരാൻ കാരണം അപ്പൊ അമ്മയാണ് പാട്ട് വീഡിയോ എടുത്തല്ലേ? അതെ, വീഡിയോ എടുത്ത അമ്മയാ. എന്നാ ഒരു ആഗ്രഹം പറയട്ടെ, ഇവിടെ നിൽക്കുമ്പോ അമ്മയ്ക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടിത്തരാമോ ഞങ്ങക്ക്? പാടാം. സിന്ദൂര പൊട്ടു തൊടുമ്പോ ഈ നല്ല നെറ്റിയിലെന്നും സൂര്യൻ ഉദിച്ചിരുന്നു, പണ്ടെന്നും സൂര്യൻ ഉദിച്ചിരുന്നു. വാത്സല്യ തിരയിളകും ഈ സ്നേഹ കടലിലെന്നും ചിപ്പി വിളയുമല്ലോ, കരുണ തൻ മുത്തു പൊഴിയുമല്ലോ. ഓണനിലാവല്ലേ അമ്മ എന്നും നന്മ മലരല്ലേ, ആരെ കണ്ടാലും അമ്മയ്ക്കെല്ലാം അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ. ഞാനും ഈ അമ്മയ്ക്ക് പൊന്നുണ്ണി, ഇന്നും പൊന്നുണ്ണി. തങ്ക മനസ്സ് അമ്മ മനസ്സ്, മുറ്റത്തെ തുളസി പോലെ, ഈ മുറ്റത്തെ തുളസി പോലെ. ഏറ്റവും നല്ല പാട്ടല്ലേ? വൃന്ദയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? പാടുമ്പോ എല്ലാം ഒരു ടെൻഷനില്ല, മുഖത്ത് നല്ല ചിരിയ. അങ്ങനെ വളരെ കുറച്ച് പേരിലേ കാണാൻ പറ്റുള്ളൂ. കാരണം ഇത്ര എടുത്താ പൊങ്ങാത്ത പാട്ടുകളൊക്കെ പാടുമ്പോ അവർക്ക് മുഖമൊക്കെ കണ്ടല്ലോ പോലെ ഇങ്ങനെയൊക്കെ ആവും പലര്. പക്ഷെ വൃന്ദ കൂളായിട്ട് ചിരിച്ചോണ്ടാ പാടുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കൂളായിട്ടാ, വെറും കൂളായിട്ടാ പാടുന്നത്. താങ്ക് യു ഏട്ടാ. പാട്ടുകാരിയാണോന്നാണോ വൃന്ദയുടെ ആഗ്രഹം? പാട്ടുകാരി ആവണം. അതുപോലെ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു, ഞാൻ ഇനി BEd എടുത്ത് ഒരു ടീച്ചർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. അടിപൊളി. അപ്പൊ എന്തായാലും ഇവിടെ വന്നതിലും ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി. ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത പ്രാവശ്യം നമ്മളെ കാണുമ്പോൾ നമ്മളൊരു പ്ലേ ബാക്ക് സിംഗർ ആയിട്ട് കാണട്ടെ അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ തന്നെയാണ് ആഗ്രഹം, പ്ലേ ബാക്ക് സിംഗർ ആവണം. തീർച്ചയായിട്ടും അടുത്തായിട്ട് സംഭവിക്കുമ്പോൾ നല്ലൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിത്ര ചേച്ചി വിളിക്കും എന്തായാലും, ഉറപ്പ്. അടുത്ത സന്തോഷകരമായ വാർത്ത അതായിരിക്കുള്ളൂ കേട്ടാ, തൊട്ടടുത്ത് തന്നെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് മോളെ കേട്ടാ. താങ്ക് യു ഏട്ടാ. അപ്പോ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം വൃന്ദമോളെ ഇവിടെ വന്നതില്, നേരിട്ട് കാണാൻ പറ്റിയതില്. ഈ വീഡിയോ ചിത്രാമ്മ കാണുവാണെങ്കിൽ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. അടുത്ത പ്രാവശ്യം വൃന്ദമോളെ കാണുമ്പോൾ കുറച്ച് സമയം, കഴിഞ്ഞ പ്രാവശ്യം ടെൻഷൻ കൊണ്ടാണ്, എനിക്ക് കണ്ടിട്ടെങ്കിലും പ്രശ്നമില്ല, ഒന്ന് ഫോണിൽ കൂടി സംസാരിക്കാൻ പറ്റിയാൽ ഒന്നുമില്ലെങ്കിൽ ഫോണിൽ ഒരു ഹലോ വൃന്ദമോളെ, ഇങ്ങനല്ല, നല്ല രീതിയിൽ ഹലോ വൃന്ദമോളെ എന്ന് പറയണം. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വൃന്ദമോളെ കാണുമ്പം സംസാരിക്കണം. അപ്പൊ ടെൻഷൻ അടിക്കരുത്. ഇല്ല. ഓക്കെ, പറ്റിയ ഞാൻ അതെങ്ങനെയും സംഘടിപ്പിച്ചു തരാൻ നോക്കാം. ചിത്രാമ്മയെ വിളിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം. ഒരുപാട് സന്തോഷം. ഓക്കെ, ചിത്രാമ്മയുടെ ഏറ്റവും അടുത്ത ആള് എന്റെ ഏറ്റവും അടുത്ത ആളാണ് സുജാത ചേച്ചി. ഞാൻ കുറെ നാളെ സുജാത ചേച്ചിയുടെ കൂടെ വാലത്തൂങ്ങി നടന്ന. അപ്പൊ ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ വൃന്ദമൊക്കെ നല്ലൊരു കൈഡി കേട്ടാ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ് റെഡി. രജിച്ചേട്ടൻ തിരുവല്ലുണ്ട്, വിഷ്ണു ഉണ്ട്, പ്രജിത്ത് നല്ല കൈഡി കൊടുത്താൽ അവർക്ക് വരും. കുത്തി തുറന്നാ മോഷണം നടത്തുന്നത് കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇതെല്ലാം തുറന്നിട്ടിട്ട് ഈ കടക്കാരൻ ഇത് എവിടെ പോയേക്കുവന്നാ എനിക്ക് ഒന്നും അറിയത്തില്ല. ഏതായാലും വന്നതല്ലേ, എന്തായാലും കയ്യിൽ ഒതുങ്ങുന്ന ഒരു സാധനം നമ്മക്കങ്ങ് കീച്ച. ആക്രിക്കടയാന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഒതുങ്ങുന്ന ഒരു സാധനം പോലും ഇല്ലല്ലോ. ഫ്രിഡ്ജ് എങ്കിൽ ഫ്രിഡ്ജ്.
ഇത് കക്ഷത്തിരിക്കത്തില്ല. ഓഹോ, ചാക്കിനകത്ത് ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നോ? അയ്യോ അയ്യോ, ഇനിയിപ്പോ ചെയ്യും. അയ്യോ മുതലാളി. ഓ ബ്രോക്കറെ, എന്റെ പൊന്നു ബ്രോക്കറെ, ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേക്ക്. എന്റെ അളിയൻ കല്യാണം കഴിക്കാതെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ വർഷമായി. ഇപ്പൊ തന്നെ 40-45 വയസ്സുണ്ടെന്ന്. അതുകൊണ്ടാ പറഞ്ഞത് അളിയന് പറ്റിയ ഒരു പെണ്ണ് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. പുതിയത് വേണ്ട, പഴയത് മതി. നമ്മുടെ ഒരു ആക്രി ഫാമിലി അല്ലേ, അതുകൊണ്ട്. ശരി ശരി ശരി. അയ്യോ, ഈ മുടിഞ്ഞ എലി ശല്യം കാരണം ഒരു സമാധാനവും ഇല്ലല്ലോ. എല്ലാത്തിനും കൂടെ ഒരു ദിവസം കൂട്ടിയിട്ട് ഞാൻ ഒരു കത്തിയിൽ കത്തിക്കും. അല്ല പിന്നെ. നമസ്കാരം. പെരിച്ചാഴി അഥവാ എലിയെ എങ്ങനെ തുരത്താം? 2 ടിപ്പുകൾ. ആദ്യമായി 5 ബ്രെഡ് എടുക്കുക. 5 ബ്രെഡിലും ജാം പുരട്ടി വെക്കുക. പ്രധാനമായിട്ടും എലിവിഷം പുരട്ടാതിരിക്കുക, കാരണം എലികൾക്ക് ഇതൊരു ശീലമാവുകയെ. രണ്ടാമത്തത്, 1 ഗ്ലാസ് പശുവും പാലിൽ മധുരം ചേർത്ത് വെക്കുക. അതെന്തിനാണാവോ? പിന്നെ തൊണ്ടക്കുഴിയിൽ നിന്ന് ഇറങ്ങണ്ടേ? അതറങ്ങാം. മോൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇങ്ങോട്ട് വന്നടാ, ഇങ്ങോട്ട് വന്നടാ. എന്നാ കാര്യത്തിനാടാ എന്റെ ഈ ആക്രി കട കയറിയത്? പറയടാ. ഞാനൊരു പത്രം മേടിക്കാൻ വന്ന വിരിച്ച് കിടക്കാന്. അയ്യോടാ, കഷ്ടമുണ്ട്. ഒരു കിടക്കാടം പോലും ഇല്ലാത്തൊരു പാവമാണല്ലോ വന്നേക്കുന്നത്. പൊന്നു മോനെ, ഒരു കാര്യം ചെയ്യ്. എന്നാ ഇത് വിരിച്ച് മോനങ്ങ് കിടന്നു. ആഹാ, കാശില്ലാത്തോണ്ടാണ് എലിപ്പെട്ടി കൊണ്ടുവന്നത്. എന്തായാലും കൊണ്ടുവന്ന ഇത് ഇവിടെ ഇപ്പൊ ആവശ്യമുള്ള ഒരു സാധനമാണ്. ഇത് ഇവിടെ ഇരിക്കട്ടെ. അയ്യോ, ഇതിനകത്തൊരു കാറും ലോറിയുടെ കൂട്ടിയിടിച്ച് കിടക്കുന്നു. അതിന് നിനക്കെന്താ? ഇത് വിരിച്ചു കിടന്ന ആ കുപ്പിച്ചൽ എന്റെ പുറത്ത് കയറത്തില്ലേ? ആ ബസ് വെള്ളത്തിലെടുക്കല്ലേ എനിക്ക്. എടാ, ഇത് എന്റെ ഒരു സ്ഥാപനമാണ്. ആണോ? ആ, പിന്നെ അല്ലാതെ. അങ്ങനെയാണെ കമ്പിക്കെട്ട് എടുക്കുവോ? കമ്പക്കെട്ടോ? അതൊക്കെ ഉത്സവ പറമ്പിലല്ലേടാ. അതല്ലെന്ന്. കമ്പിക്കെട്ട് എടുക്കുവോന്ന്? കമ്പി കെട്ടി വെച്ചേക്കുന്ന എടുക്കുവോ? അതിനല്ലേ ഈ ആക്രിക്കട ഞാൻ ഇവിടെ തുറന്നു വെച്ചേക്കുന്നത്. നീ കൊണ്ടുപോവാ, അളന്നിട്ട് ഞാൻ അങ്ങോട്ട് കിലോ തന്നാ പോരെ? ആ, കിലോ ഒക്കെ തന്നാ. അല്ല, കാശ് തന്നാ പോരെ? ആ, കാശുണ്ട്. പക്ഷെ 5 ദിവസം എടുക്കും. അതെന്താ? 5ന്റെ അല്ലേ അസ്ഥി എടുക്കുന്നത്? നീ ഏത് കമ്പിയുടെ കാര്യമായി പറയുന്നത്? മരിച്ചു അപ്പൂപ്പന്റെ കാല കിടക്കുന്ന കമ്പി. ദൈവമേ, അപ്പൂപ്പനെ വിറ്റ് കാശാക്കാൻ വേണ്ടി നടക്കുന്ന ഒരുത്തൻ. പക്ഷെ ഞാൻ ഈ ആക്രിക്കടയിൽ വന്നൊന്നും മേടിക്കാറില്ല. ഞാൻ മേടിക്കുവാണെങ്കിൽ OLX ഞാൻ മേടിക്കുന്നത്. ഈ OLX മേടിക്കരുത്, വിശ്വസിക്കാൻ കൊള്ളത്തില്ല. പുതിയത് തന്നിട്ട് പഴയതാന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചു കളയും. ആണോ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ പഴയതും പുതിയതും കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാവോ? പിന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ആണ്. അങ്ങനാണെങ്കിലേ എന്റെ കയ്യിൽ ഒരു സാധനമുണ്ട്, ഞാൻ കാണിക്കട്ടെ. അതല്ലെന്ന്, പതക്കം. അയ്യോ, പടക്കം. എവിടെ പോകുന്നു? പടക്കം എന്ന് പറഞ്ഞു. പടക്കം അല്ലെന്ന്. ഇത് പതക്കോ, സ്വർണ്ണ പതക്കം. ഇത് ചെമ്പാണോ എന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നേ. നമുക്ക് ഉരച്ചു നോക്കിയാ പോരെ? അത് നോക്കണം. ഉരച്ചു നോക്കിയാ മതി. രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന സാധനം നമ്മൾ നോക്കട്ടെ. പിന്നെ അയ്യോ, ചെമ്പാ. ചെമ്പാണോ? അതെ. വെറുതെ എടുത്താരെ. കൊണ്ടുപോലു. ഞാനൊരു സത്യം പറയട്ടെ. തനി തങ്കവാ, സ്വർണ്ണവാ. അയ്യോ, ഇനി വിറ്റ് നമുക്ക് കാശാക്കാം. എത്ര കിട്ടിയാലും നിനക്ക് പകുതി, എനിക്ക് പകുതി. ആണോ? ഓക്കെ. അങ്ങനാണെങ്കിൽ ഇവിടെ വിൽക്കണ്ട, പിന്നെ പുറത്തെവിടെയും കൊണ്ട് വിറ്റാലോ? തമിഴ്നാട്ടിൽ അങ്ങനെ ഒരാളുണ്ട്. ആരാ? മുത്ത് കൗണ്ടർ. വിളിക്കാം. സീരിയസ് കാര്യമാണെന്ന് പറയണം. പറയാം. വിളിക്കും. ഹലോ, മുത്ത് കൗണ്ടർ, நான் ஒரு சாகர கிடைக்காச்சு. அது கொண்டு வந்தா வீட்டு தருமா? അതെ, സീരിയസ് കാര്യം പറയാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ കിടന്ന് ഈ ചിരിക്കണത്? കൗണ്ടർ പറഞ്ഞാൽ പിന്നെ ചിരിക്കാതിരിക്കാൻ പറ്റുമോ? അതിങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുപോക്കോളാം. ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോലു. ഇതേ, നമുക്ക് ഇവിടെ തന്നെ വിൽക്കാം, വിറ്റ് കാശാക്കാം. പപ്പാതി നിനക്ക് പകുതി, എനിക്ക് പകുതി. ആണല്ലോ? ഓക്കെ ആണല്ലോ? പിന്നെ ഈ സാധനം നിനക്ക് എവിടുന്നാ കിട്ടിയത്? പോലീസുകാരുടെ വീട്ടിൽ നിന്ന്. ഏത് പോലീസ്? പോലീസ് വന്നു കഴിഞ്ഞാൽ നിന്നെ ആദ്യം പോക്കും. എന്നെ മാത്രമല്ല, നിങ്ങളെ പൊക്കും. എന്നെയോ? അങ്ങനെ എന്നെ പൊക്കാനൊക്കത്തില്ല. എന്നെ പൊക്കുവാണെങ്കിൽ നിന്നെയും പൊക്കും. പോയാ? പോയെങ്കിൽ പോട്ടെ, സ്വർണ്ണപ്പതക്കം എന്റെ ഇരിക്കട്ടെ. ഹലോ. നമസ്കാരമുണ്ട്. നല്ലൊരു ഡോക്ടറെ കണ്ടിരുന്നെങ്കിൽ മാറിയാനല്ലോ. എന്തോന്ന് അപസ്മാരം നല്ല പറഞ്ഞത്? പിന്നെ നമസ്കാരം ഉണ്ടെന്ന് പേടിച്ചു പോയോ? പേടിച്ചു പോയി. എനിക്ക് ഈ വീതിയുള്ള പോലീസുകാരെ കാണുമ്പോ ഭയങ്കര പേടിയാ. പേടിക്കണ്ട, ഞാൻ ഇടിക്കുള. സാർ എന്തിനാ എന്നെ ഇടിക്കുന്നത്? ഞാൻ ഫെഡറിക് ഇടിക്കുള. സാർ പെടലിക്ക് ഇടിക്കോ, നാവിക്ക് തൊഴിക്കോ, അതൊക്കെ സാറിന്റെ ഇഷ്ടം. ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാണ്? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇല്ല. അതായത് ഞാനാണ്
സ്ഥലം SI. എല്ലാരും പറയുന്നേക്കാം സ്ഥലം SI എന്താ സാറേ അങ്ങനെ പറയുന്നത്? എനിക്ക് സ്വന്തമായിട്ട് സ്ഥലമുള്ളതുകൊണ്ട് ഞാൻ സ്ഥലം SI എന്ന് പറയുന്നു. അപ്പൊ വാടകയ്ക്കാണെങ്കിൽ വാടകയ്ക്ക് SI എന്ന് പറയുമോ? എന്റെ സ്വഭാവം നിനക്കറിയത്തില്ല. എനിക്ക് ഈ മുഖം അല്ലാതെ മറ്റൊരു മുഖം കൂടെ ഉണ്ട്. എന്നിട്ട് മറ്റേ മുഖം എന്ത്? പേശിലെ ഞാൻ പോയേക്കോ, വൈകിട്ട് വരും. നിനക്കെന്താ? എന്തൊന്നുമില്ല. എന്താണ് നിന്റെ പേര്? എന്റെ പേര് ആക്രി പാക്കരൻ. ആക്രി കൂക്കരോ? കൂക്കരനല്ല, ആക്രി പാക്കരൻ. എടാ ആക്രി പാക്കര, ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ പോലീസ് ആകുന്നതിന് മുമ്പേ ഈ നാട്ടിലെ പേരെടുത്ത ഗുണ്ടയായിരുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ ഗുണ്ടകളാണോ പേരെടുക്കുന്നത്? അയ്യേ, എടാ ഇതൊക്കെ പഴയതാടാ. പിന്നെ ആക്രി കടയിൽ പിന്നെ പഴയതല്ലാതെ പുതിയത് കൊണ്ടെടുക്കാൻ പറ്റുമോ? സ്വഭാവം നിനക്കറിയത്തില്ല. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ പോകും നിന്നോട്. പറയൂ. പോലീസ് ഇവിടെ മൊത്തം വല വീശിയിരിക്കുകയാണ്. അങ്ങനാണെങ്കിൽ ഉഗ്രന് ഒരു ആറ്റുവാള എനിക്ക് തരണം. ഉടമ്പുളിയിട്ട് അങ്ങോട്ട് പറ്റിച്ച് വെച്ചാണ്ടല്ലോ, എന്നാ ടേസ്റ്റാന്നറിയാവോ? പോലീസുകാരെ കൊതിപ്പിച്ചാലുള്ള ശിക്ഷ എന്താ നിനക്കറിയാവോ? ഇല്ല സാറേ. മുള്ളു മൊത്തം ബാക്കി വെക്കത്തില്ല, മൊത്തം ഞാൻ തിന്നു തീർക്കും. അത് വേണോ? വേണ്ട. എന്നാ മീനെ വെറുതെ പറ. കൊക്കോ മീനെ പോയി രക്ഷപ്പെട്ടു. ടാറ്റ. ഞാനിവിടെ വന്ന എന്റെ ഉദ്ദേശം നിനക്ക് മനസ്സിലായോ? ഇല്ല സാറേ, പറ. ഞാനൊരു തൊണ്ടി മുതൽ അന്വേഷിച്ചു വന്നതാണ്. ആഹാ, എന്നാ പിന്നെ അത് പറയണ്ടേ? എന്നാ സാറേ, CD ഇല്ല, പെൻഡ്രൈവില്ല. ഇതെന്തോ? തൊണ്ടി പോലും ദൃസാക്ഷി സിനിമയുടെ കാര്യം പറയാണോ ഞാൻ വന്നത്? ശ്രദ്ധിച്ച് കേട്ടോണം. അതായത് എന്റെ വീട്ടിൽ നിന്നും വിലപിടിപ്പുള്ള ഒരു സാധനം ഒരു കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് നിന്റെ കടയുടെ മുന്നിൽ വരുന്നത് ഞാൻ CCTV-ൽ കണ്ടു. മനസ്സിലായോ? മനസ്സിലായി. എന്താ മനസ്സിലാ? പറയടാ. എന്റെ കടയിൽ നിന്നും വിലപിടിപ്പുള്ള ഒരു സാധനം ഒരു കള്ളം മോഷ്ടിച്ചുകൊണ്ട് വന്ന് സാറിന്റെ വീട്ടിലോട്ട് പരിസരത്ത് കയറുന്നത് ഞാൻ CCTV-ലൂടെ കണ്ടു. അയ്യോ, അമ്മയ്ക്ക് അയ്യോ. ഇവിടെ പറ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ദേഷ്യം വന്നാൽ ഞാൻ ഭയങ്കര ശട്ടമ്പിയാ. പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോടാ. എടാ പെയിന്റ് വാട്ടണ മുഖമുള്ളവരെ ശ്രദ്ധിച്ചോണം. കൂൾ, സമാധാനം. അതായത് ഞാൻ നിന്റെ കൂട്ടുകാരനാണെന്ന് വിചാരിക്കുക, ഞാൻ പോലീസല്ല എന്ന് വിചാരിക്കുക. ശ്രദ്ധിച്ചു കേട്ടോണം. അതായത് എന്റെ വീട്ടിൽ നിന്നും വിലപിടിപ്പുള്ള ഒരു സാധനം ഒരു കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് നിന്റെ കടയുടെ മുന്നിൽ വരുന്നു. അത് ഞാൻ CCTV-ൽ കാണുന്നു. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. പറ. എന്റെ കടയിലിരിക്കുന്ന ഒരു വിലപിടിച്ച സാധനം സാറ് മോഷ്ടിച്ചോണ്ട് പോയി ഒരു കള്ളന്റെ പരിസരത്ത് കൊണ്ടുവെക്കുന്നത് ഞാൻ എന്റെ CCTV-ലൂടെ കണ്ടു. അയ്യോ, അമ്മ, അയ്യോ, അയ്യോ. നീ ഇനി സംസാരിക്കണ്ട. നീ ഒരൊറ്റ അക്ഷരം ഉണ്ടടാ, ഞാൻ പറയുന്ന അവിടെ കേട്ടാ മതി. അതായത് എടാ എന്റെ അച്ഛൻ ഒരു DYSP ആയിരുന്നു. പുള്ളിക്ക് കിട്ടിയാണ് ഈ സ്വർണ്ണ പതക്കം. ഞങ്ങൾ ഇത് നിധി പോലെ കാത്തു സൂക്ഷിച്ച് വെച്ചിരുന്ന അതായി കള്ളം വന്ന് എടുത്തോണ്ട് പോയത്. നീ അവനെ കണ്ടോ ഇവിടോട്ടാണോ വരുന്നത്? ഇല്ല, ഞാൻ കണ്ടില്ല. ഉറപ്പാണോ? ഇല്ല, കണ്ടില്ല. എന്നാണ് ഈ ഫോട്ടോ ഒന്ന് നോക്കി. ഇവനെന്നെ അറിയാവോ? ആരാ? ഇതറിയത്തില്ല. അപ്പൊ നിനക്ക് ഇവനെ അറിയത്തില്ല. ഇല്ല. എടാ ഇവനെ ഇവിടെ കാണുവാണെങ്കിൽ എന്നെ വിവരം അറിയിക്കണം. അറിയിക്കാം സാർ. പറഞ്ഞോ? അറിയിക്കാം. ഓക്കെ എന്നാ. ശരി. ഈ ഫ്രിഡ്ജ് കൊള്ളാവോ? അയ്യോ, അത് കൊള്ളത്തില്ല സാറേ, പഴയതാ, അഴുക്ക. പഴയതാണോ? എന്നാ പിന്നെ ഞാൻ എടുത്തോട്ടെ. സാറിന് എന്തിനാണ് ഈ അടുത്ത സാധനം? അതായത് എന്റെ ഇളയ ചെറുക്കന് ഗപ്പിമീൻ ഭയങ്കര ഇഷ്ടമാണ്. ഓ, അത് ശരി. അതാ അവൻ വീട്ടിൽ കൊണ്ടുപോയി വിറ്റത്തിട്ട് വളർത്താ. അങ്ങനെയാണെങ്കിൽ എടുത്തോണ്ട് വെക്കൂ. കൊണ്ടുപോകട്ടെ. പിന്നെ പക്ഷെ ഇന്ന് സമയമില്ല, ഡ്യൂട്ടിക്ക് പോണം. ഊട്ടി പോയിട്ട് എന്നാ കാണിക്കാനാ? ഊട്ടി പോകുന്നല്ല പറഞ്ഞത്, എനിക്ക് ഡ്യൂട്ടിക്ക് പോണമെന്ന്. ഓ, അങ്ങനാണോ? എന്നാ ഒരു കാര്യം ചെയ്യ്, ഏതായാലും വന്നല്ലേ ഒരു വണ്ടി വിളിച്ചോണ്ട് വരിക, ഇതങ്ങോട്ട് കയറ്റി വെക്കുക, വീട്ടിൽ കൊണ്ടുപോവാ. കൊണ്ടുപോയല്ലേ? പിന്നെ അല്ലാതെ. എന്നാ ഞാൻ ആരെയൊന്ന് വിളിക്കട്ടെ. ഹലോ എടീ, മോനോട് പറഞ്ഞേരെ അച്ഛനൊരു സർപ്രൈസ് കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞേക്കണം മോനോട് കേട്ടോ. പിന്നെ നമ്മുടെ ആ സുനുവില്ലേ, ഓട്ടോക്കാരൻ, പെട്ടുവണ്ടിക്കാരൻ, അവനോട് പറയണം ഈ ആക്രിക്കട വരെ ഒന്ന് വരാൻ. പെട്ടെന്ന് വരാൻ വേണം കേട്ടോ. ഓക്കെ. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ സാറേ? അപ്പൊ സാറ് പറഞ്ഞ പോലെ സാറിന് നാളെ പറ്റത്തുള്ളെങ്കിൽ സാറ് നാളെ വന്ന് എടുത്തോണ്ട് പോയാലും മതി. എങ്ങനെ? സാറിന് ജോലി തിരക്കുണ്ടല്ലോ, അപ്പൊ നാളെ വന്ന് എടുത്താലും മതി. അതായത് ഞാൻ ഫോൺ ചെയ്ത് കഴിഞ്ഞല്ലോ, അപ്പം പറഞ്ഞു വണ്ടി ഇപ്പം വരും. എന്നാ ഇത് വണ്ടി കയറ്റുന്നു, വീട്ടിൽ കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. അല്ല, എന്നാ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്ത്? ഇന്ന് ഞായറാഴ്ചയാണല്ലോ. ഞായറാഴ്ച ഇവിടുന്ന് സാധനങ്ങളൊന്നും വെളിയിലോട്ട് വിടത്തില്ല. അങ്ങനെ ഒരു അതായത് ഒന്നാമത് രാഹുകാലം കഴിഞ്ഞ ടൈമാണ്. ഒന്നും താരമില്ല. അല്ല, ചെറുക്കൻ അവിടെ നോക്കിയിരിക്കും. ഇതിപ്പോ കൊണ്ടുവന്നിട്ട് ചെറുക്കനോട് പറയാനായിട്ട് ആരും പറഞ്ഞത്? ഞാനിത് ഇവിടെ പറഞ്ഞല്ലേ. അത് പറ്റത്തില്ല, കൊണ്ടുപോകാൻ അറിയിക്കാൻ പറ്റത്തില്ല. വെളച്ചിലെടുക്കരുത്, എന്റെ സ്വഭാവം നിനക്കറിയില്ല. കൊണ്ടുപോകത്തില്ല. ഭയങ്കര ആഹാ, അപ്പൊ രണ്ടുപേരും ഒത്തുചേർന്നുള്ള പരിപാടിയായിരുന്നില്ല. ഇന്ന് ഇവൻ ഇവിടെ വന്ന് എത്തിപ്പെടുമെന്നും സാർ അവനെ അന്വേഷിച്ച് ഇവിടെ വരുമെന്നും എനിക്ക് വളരെ നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇവനെ ഈ ഫ്രിഡ്ജിനകത്ത് കയറ്റി വാതിലടച്ചത്.
നീ മിടുക്കന, അതുകൊണ്ടാ എന്നെ പോലുള്ള കള്ളന്മാരെ പിടിക്കാൻ പറ്റുന്നത്. ഇതിനെ പോലുള്ള കള്ളന്മാരെ പിടിക്കാൻ പറ്റും. സാറേ, ഇതാ സാറിന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയ സ്വർണ്ണ പതക്കം. അയ്യോ, പിടിച്ചാട്ടെ. എന്റെ പൊന്ന് സാറേ, ഇങ്ങാരുണ്ടല്ലോ കൊല്ലി ഞാൻ. പോലീസുകാരനാണ് നിന്റെ കളിപ്പിള്ളയാണെന്ന് വിചാരിച്ചോടാ. എടാ, അവര് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നതുകൊണ്ടാ നാട്ടിൽ ക്രമസമാധാനം ഉണ്ടാകുന്നത്. അറിയാടാ. എസ് ഐയുടെ വീട്ടിൽ തന്നെ കയറി വേണം നിനക്ക് വോട്ട് ചെയ്യലടാ. നടക്കടാ സ്റ്റേഷനിലോട്ട്. ഒരു മിനിറ്റ് പോയിട്ട് വരട്ടെ ബോസേ. ഇതെന്റെ മുതലാളിയാ. ഞാൻ കൊണ്ടുവരുന്ന സ്വർണ്ണം ഇതെല്ലാം മുതലാളിയാണ് മറിച്ചു വെക്കുന്നത്. പറയരുത്. സാറിന് സംശയം ഉണ്ടെങ്കിൽ ആ ഫോൺ എടുത്തിപ്പോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് മുത്ത് കൗണ്ടറിന് പുള്ളിയായിട്ട് വിളിച്ചങ്ങോട്ട് ഫോൺ വെച്ചതേ ഉള്ളു. അപ്പൊ രണ്ടുപേരുടെ കിടന്ന് നാടാൻ കളിക്കുമായിരുന്നില്ലേ? കയറാണ്ടാണ് ജീപ്പിനകത്ത്. മഹാഭാവി, നിന്നോട് ഞാൻ എല്ലാ തെറ്റാണ് ചെയ്തേ. ഇതാ പറഞ്ഞ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്. നല്ലൊരു കൈയടി തിരിച്ചേട്ടാ. റജി, കഴിഞ്ഞ പ്രാവശ്യത്തിലും നന്നായിട്ടാ ഒരു റിഹേഴ്സ് ചെയ്തതിന്റെ ഒരു ഗുണമുണ്ട്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലേ? വിഷ്ണു പോലീസുകാരൻ നന്നായിരുന്നിട്ടാ. കാരണം അധികം ഓവറാക്കിയില്ല. ആ പോലീസുകാരൻ നിൽക്കേണ്ട ഒരു സ്ഥലത്ത് തന്നെ നിന്ന് ഓവർഡൂ ഒന്നും ചെയ്യാണ്ട് നിന്നു. അതുപോലെ തന്നെ കള്ളന്റെ പെർഫോമൻസ് ശരിക്കും 1970-കളിലെ പെർഫോമൻസ് എനിക്ക് തോന്നുന്നു. പഴയ മലയാള സിനിമയിലേക്കുള്ള ആക്ടേഴ്സിന്റെ പോലെ പഴയ ഐറ്റം ഒന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പഴയ ഐറ്റം നിങ്ങൾ കച്ചവടം ചെയ്തത്, പക്ഷെ ഐറ്റത്തിൽ കുറെ പുതിയ കാര്യങ്ങൾ വരുത്താൻ നോക്കിയിട്ടുണ്ട്. എന്നിട്ടൊരു സന്തോഷമില്ലോ അത് രചിക്കുന്നൊരു വിശ്വാസമില്ല. ഇത് നമ്മുടെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഈ ഒരു സ്റ്റെപ്പ് വെച്ചെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഇതൊക്കെ മതിയെന്നും പറഞ്ഞിട്ട് ഒതുങ്ങി കൂടരുത്. ശരിക്കും ഇനിയും ഡബിൾ നിങ്ങൾ ശ്രമം നടത്തിയെങ്കിൽ മാത്രമേ അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ തമാശകൾ കുറച്ച് നന്നായിരുന്നു, പക്ഷേ പിടിച്ചു നിൽക്കാനുള്ളൊരു സാധനം നിങ്ങൾക്ക് കിട്ടി. ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അവിടെ ഇനി നിങ്ങൾ പെർഫോം ചെയ്താൽ മാത്രമേ ഇനി മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. റജി, വിഷ്ണു, പ്രജിത്തെ നന്നായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് നല്ല പഞ്ചായിട്ട് നേരത്തെ കളിക്കുമ്പോൾ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. ആ ലാഗൊന്നും ഇതിനകത്ത് ഞാൻ കണ്ടില്ല. പിന്നെ കുറച്ച് തെറ്റിക്കലോ കാര്യങ്ങളും നമുക്ക് മറന്നു പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഈ സ്കിറ്റിൽ ഞാൻ കണ്ടില്ല. റജിയൊക്കെ നല്ല പവർഫുള്ളായിട്ട് കളിച്ചില്ല. കുറേ നല്ല കാര്യങ്ങൾ കറക്റ്റായിട്ട് ലെജിബിളായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ റജി കളിച്ച്. 3 പേരും നന്നായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ കഥാപാത്രം ചില സമയത്തൊക്കെ നമുക്ക് ഈ കാർട്ടൂണിലെ കഥാപാത്രങ്ങളെ പോലെ നമുക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അയാളൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമാണത്. അതുപോലെ പ്രജിത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഇനി പറഞ്ഞാൽ കറക്റ്റാണ് കേട്ടോ. ഇവരൊരു പഴയ സിനിമ കളിച്ചിരുന്നു, അത് കണ്ടിരുന്ന? അയ്യോ, അത് ഗംഭീരം വരുന്നത്. അത് ഈ പ്രാവശ്യം നല്ല സ്കിറ്റായിരുന്നു. ക്ലൈമാക്സ് മാത്രമേ എനിക്ക് എന്തോ ഒരു കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെയൊക്കെ തന്നെ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ള ക്ലൈമാക്സ് അതൊന്ന് മാറ്റി പിടിക്കായിരുന്നു. കാരണം ഇത്രയും സാധനങ്ങളൊക്കെ ചെയ്തപ്പോൾ നല്ല രസം. നിങ്ങൾ ആ സ്കിറ്റിനനുസരിച്ചുള്ളൊരു സാധനം നോക്കണമെന്ന്. ഇത് പഴയ സാധനം എന്ന് പറയുമ്പോൾ ഇവിടെ പഴയ സാധനങ്ങളെല്ലാം എടുക്കാൻ കിട്ടുള്ളൂ. അങ്ങനെ 2-3 കൗണ്ടർ പറഞ്ഞാൽ അത് നല്ല സാധനമായിരുന്നു. പിന്നെ ടോട്ടലി നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തമാശകളുടെ കുറവ് ഉണ്ട് എങ്കിൽ തന്നെയും നന്നായിട്ട് കളിച്ച് നിങ്ങളത് കൊണ്ടുവന്ന് എത്തിച്ച് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. നല്ലതായിരുന്നു കേട്ടോ. ഈ ആക്രിക്കട എന്ന് പറയുന്ന അത്ര ഒരു മോശം സ്ഥാപനമല്ല. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സാധനങ്ങൾ കൊണ്ട് അവിടെയാണ്, അതായത് പിന്നീട് റീകണ്ടീഷൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ കൊണ്ട് കൊടുക്കുന്നൊരു സ്ഥലമാണ്. പിന്നെ ഒന്നത്, രണ്ടാമത് നല്ലൊരു ഭയത്തോടു കൂടി നടത്തുന്ന ഒരു ബിസിനസ്സുമാണത്. എപ്പോഴാണ് ഏത് സമയത്താണ് ഇതേപോലുള്ള സാധനങ്ങൾ വരുന്നതെന്ന് അറിയില്ല. ഈ കൊണ്ടുവരുന്ന അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാര്യം കൊണ്ടുവരുന്നവന് അതേപോലെ തന്നെ അത് വാങ്ങിയവരും പ്രശ്നമുള്ളൊരു സംഭവം. അങ്ങനെ ഒരു കണ്ടന്റാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. ആ കണ്ടന്റ് നല്ലൊരു കണ്ടന്റാണ്. പിന്നെ അത്യാവശ്യം നമുക്ക് ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. എസ് ഐ കുറച്ചുകൂടെ ഒരു ഗൗരവമുള്ള രസയാകാം കേട്ടോ. നമുക്ക് സാധാരണ സംസാരിക്കുന്ന ഭാഷയിലും നമ്മുടെ എങ്ങനെയാണോ ഈ ഒരു ആക്രിക്കടയിൽ എങ്ങനെയാണ് ആ ഒരു ചേഷ്ടകൾ മാറ്റിയെടുത്താൽ മതി. അത് ഓരോ ക്യാരക്ടർ തിരഞ്ഞെടുക്കുന്നു. പിന്നെ ക്ലൈമാക്സിൻ്റെ ട്വിസ്റ്റും കൊള്ളായിരുന്നു. പറഞ്ഞ എൻഡ് പഞ്ചല്ലാതെ ആ ട്വിസ്റ്റ് കൊള്ളായിരുന്നു. ബോസിൻ്റെ കാലം തൊട്ട് വന്നിക്കുന്ന ആ സാധനമൊക്കെ കൊള്ളായിരുന്നു. തമാശകൾ കുറച്ചുകൂടെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒന്ന് കൂട്ടിയെടുക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. മാർക്ക് അതൊക്കെ കിട്ടിയില്ല, മാർക്കെങ്കിലും പൈസയെങ്കിലും. അതെ അതെ. ചേട്ടാ എത്ര കൊടുക്കാം? ഞാനൊരു 10,000 രൂപ കൊടുക്കാം. 10,000 രൂപ. നസീർക്ക? ഞാനൊരു 12 രൂപ കൊടുക്കാം. 22,000 ആയി കയ്യില്. ചേട്ടാ ടോട്ടൽ എമൗണ്ട് 40,000 രൂപ ഒരു തുടക്കം കിട്ടുന്നുണ്ട്. ഇതിൽ പിടിച്ചു ചേട്ടാ കേറാം. ഓക്കെ ഓക്കെ.
ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8000156 8008000120. അടുത്ത സ്കിറ്റില്ല. സ്കിറ്റിന്റെ സമയം കഴിഞ്ഞു. എല്ലാവർക്കും വീട്ടിൽ പോയി സന്തോഷകരമായിട്ട് ഉറങ്ങാനുള്ള സമയമാണ്. നിങ്ങൾ ഇന്ന് നന്നായിട്ട് ചിരിച്ചു, ആസ്വദിച്ചു. കൊടുങ്ങല്ലൂർ മതിലകം നിന്നുള്ള ആൾക്കാരാണ്, കുടുംബശ്രീ പ്രവർത്തകരാണ്, പിന്നെ അവരുടെ ചെറുതുങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് നല്ലൊരു കൈഡി തന്നാടെ. നല്ല ഓഡിയൻസ് ആയിരുന്നു. നന്നായിട്ട് ഉറങ്ങി. ഉഷാറോടുകൂടി എല്ലാവരും അടുത്ത എപ്പിസോഡിൽ നല്ല എനർജി ആയിട്ട് തിരിച്ചു വരണം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. അപ്പോ ഒരുപാട് ചിരിക്കാനുള്ള സ്കിറ്റുകളുമായിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം. ഗുഡ് നൈറ്റ്.